ഒന്നാകൃതി ബഹുപദങ്ങളുടെ ഗുണനഫലമാക്കി എഴുതുക. ഓരോന്നിലും പി ഓഫ് എക്സ് ഇസ്ക്വൽ ടു 0 എന്ന സമവാക്യത്തിന്റെ പരിഹാരങ്ങൾ കാണും. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ഫസ്റ്റ് എക്സസൈസിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ആ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒന്ന് പി ഓഫ് എക്സ് എക്സ് സ്ക്വയർ മൈനസ് 7x പ്ലസ് 12. ഇതിനെ ഒന്നാകൃതി സമവാക്യങ്ങളുടെ ഗുണനഫലമാക്കി എഴുതുക. എന്താണ് സാർ ഒന്നാകൃതി സമവാക്യം? ഇവിടെ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് രണ്ടാകൃതി, ഇവിടെ വെറുതെ എക്സ് പ്ലസ് 2 ഇങ്ങനെ എഴുതുമ്പോൾ എക്സിന്റെ വില എത്രയാണ്? 1 ആണ്. ഒരു എക്സ് ഉള്ളൂ, അതുകൊണ്ട് അത് ഒന്നാകൃതി സമവാക്യം, ലീനിയർ കോർഡിനേറ്റ്. അപ്പോ റൈറ്റ് ഡൗൺ ദ പ്രോഡക്റ്റ് ഓഫ് ടു ലീനിയർ കോർഡിനേറ്റ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി സ്ക്വയർ മൈനസ് 4x ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മിഡിൽ ഡെറിവേറ്റീവ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടോ ഇതിനെ ഫാക്ടർ ആക്കി മാറ്റുക. ഓക്കെ, അത്രേ. അപ്പൊ നമുക്ക് ആദ്യം ഏറ്റവും എളുപ്പമുള്ള ബി സ്ക്വയർ മൈനസ് 4x മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം. ചില കുട്ടികൾക്ക് അതാണ് എളുപ്പം. നോക്കാം, ബി സ്ക്വയർ മൈനസ് 4x അതിനാണ്. അപ്പൊ ആദ്യം എ ബി എടുത്ത് എഴുതണ്ടേ അല്ലേ? എ സമം ഇവിടെ എന്തിനാണ് എക്സ് സ്ക്വയറിന്റെ പ്രോസസ് ചെയ്യുക 1. ബി സമത്തിലാണ് എക്സിന്റെ പ്രോസസ് മൈനസ് 2. സി സമം എന്താണ്? 12. And what is b square minus 4x? b square b എത്രയാണ്? മൈനസ് 7. 4. What is that? 1 into c. മൈനസ് 7 ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 40 മൈനസ് 4 into 40 is equal to root of 1 is equal to 1. So b square minus 4 is 1. Then നമ്മുടെ ഫോർമുല എന്താണ്? Our formula is x is equal to minus b plus or minus root of b square minus 4ac all divided by 2. This is our formula. അവിടെ നമുക്ക് വില കൊടുക്കണം. അപ്പോൾ x is equal to എന്താണ് b? മൈനസ്. വളരെ ശ്രദ്ധിക്കേണ്ട ഇവിടെ മൈനസ്, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പൊ ആ മൈനസ് ആദ്യം കാണുന്നത്, ഇവിടെയുള്ള മൈനസ് അവിടെ കിടക്കും. എന്നിട്ട് ബിയുടെ വില എന്താ? മൈനസ് 7 പ്ലസ് ഓർ മൈനസ്. What is b square minus 4x root of? Ready? 1 divided by 2 into what is a? So ഇത് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും. ഒരു സ്ഥലത്ത് x is equal to minus of minus. രണ്ട് മൈനസ് വരുമ്പോൾ അത് പോസിറ്റീവ് ആണ്. So this is 7. Then plus or minus 1 plus 1 by 2 into 1 that is 2. അടുത്തത് വീണ്ടും അതുപോലെ തന്നെ മൈനസ് ഇൻറ്റു മൈനസ് 7 പ്ലസ് എടുക്കുന്നത് മൈനസ് മൈനസ് 1 ഡിവൈഡ് ബൈ 2 into 1 that is 2. കിട്ടിയോ? Then 7 plus 1 is equal to 8. 8 by 2 is equal to 4. X is equal to 4. Similarly, 7 minus 1 is equal to 6. 6 by 2 is equal to 3. That is x is equal to 3. അപ്പോൾ മക്കളെ നമുക്ക് രണ്ട് വില കിട്ടി. എന്തൊക്കെയാണ്? ഒന്ന് x is equal to 4. അതിന്റെ അർത്ഥം ഈ 4 ഇപ്പുറത്തേക്ക് എടുത്താൽ x minus 4 ഒരു ഫാക്ടർ. അടുത്തത് x is equal to 3. x is equal to 3. അതിന്റെ അർത്ഥം നമ്മൾ 3 ഇപ്പുറത്തേക്ക് എടുത്താൽ x minus 3 ഒരു ഫാക്ടർ. ഇപ്പൊ രണ്ട് ഫാക്ടർ x minus 4 ഉം x minus 3 കിട്ടിയോ? അപ്പൊ ഇത് ഗുണിതഫലമാക്കി ഇതിനെ എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ മതി x minus 4 into x minus 3. This is the answer. ഇത് നമ്മൾ b square minus 4x ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മിഡിൽ ടേം സ്പ്ലിറ്റിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാം, വളരെ പെട്ടെന്ന് ചെയ്യാം. അതെങ്ങനെയാ? First of all, a സമം 1, b സമം minus 7, c സമം 12. ആദ്യം a യും c യും തമ്മിൽ ഗുണിക്കാം. ac 1 into 12 is equal to 12. b എടുത്ത് എഴുതാം. b സമം minus 7. ഈ രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ minus 7 വരാം, ഗുണിക്കുമ്പോൾ എന്ത് കിട്ടണം? 12. 12ന്റെ ഫാക്ടർ 12 divided by 3. അപ്പോൾ 3 4 ഗുണിച്ചാൽ 12 കിട്ടും. ശരിയാണ്. 3 4 ഗുണിച്ചാൽ മൈനസ് 7 കിട്ടും. ഇത് പോസിറ്റീവ് ആയിട്ട് കിട്ടും. അപ്പൊ ഇത് മൈനസ് 1 ഇത് മൈനസ് 1.
മൈനസ് 3 പ്ലസ് മൈനസ് 4 മൈനസ് 7. ശരിയാണ്. മൈനസ് 3 ഇൻറ്റു മൈനസ് 4 എന്നാണ് പോസിറ്റീവ് മൈനസ് 2 മൈനസ് പോസിറ്റീവ് ഒക്കെ പറഞ്ഞു ശരിയാണ്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ മൈനസ് 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 4 അപ്പൊ ഈ നടുവിലത്തെ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെ എക്സ് സ്ക്വയർ ആദ്യം മൈനസ് 7x പകരം മൈനസ് എന്താ മൈനസ് മൈനസ് 7x പകരമാണ് നമ്മൾ അത് എഴുതിയത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് ഇതിനെ ഇതിനെ കാണിക്കണം. അപ്പോ ഇവിടെ എന്ത് കോമൺ എക്സ് ഉണ്ട്? എക്സ് കോമൺ ഇവിടെ ഇതുപോലെ എക്സ് മൈനസ് 3 വരും. സാർ ഇവിടെ വരുന്നത് ഇവിടെ വരും. ഇനി ആലോചിച്ചാൽ മതി. ഇവിടെ മൈനസ് 4x വരണമെങ്കിൽ എക്സിന്റെ കൂടെ എന്ത് കുറിച്ചുണ്ടാവണം? മൈനസ് 4. ഇവിടെ 12 വരണമെങ്കിൽ മൈനസ് 4 ഇൻറ്റു മൈനസ് 3 ശരിയാണ്. ഇപ്പൊ ഈ ബ്രാക്കറ്റ് അകത്ത് കിടക്കുന്നതാണ് ഒരു ഫാക്ടർ എക്സ് മൈനസ് 3. ബ്രാക്കറ്റ് പുറത്ത് കിടക്കുന്നതാണ് അടുത്ത ഫാക്ടർ എക്സ് മൈനസ് 4. ഇങ്ങനെയാണ് ഓർഡർ മാറിയുന്നു. So any these two methods only base square minus 4 വെച്ച് മാത്രം ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. നമുക്ക് ഒട്ടും സമയമില്ലാത്ത സിറ്റുവേഷൻസ് വളരെ സ്പീഡിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് ഇത് അറിയാൻ പറ്റും. പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ. ഈ മെത്തേഡ് നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2. P of x is equal to x square plus 7x plus 12. നേരത്തെ ചെയ്ത അതേ പ്രോബ്ലം ആണ്. ഒരൊറ്റ വ്യത്യാസം ഇവിടെ എന്താണ്? പ്ലസ് ആണ്. ഓക്കെ, അപ്പോ ഇവിടെ സമം 1, b സമം 7, c സമം 12, b സ്ക്വയർ മൈനസ് 4ac നമ്മൾ ചെയ്തു. റൂട്ട് ഓഫ് 7 സ്ക്വയർ മൈനസ് 4 into 1 into c എന്നാണ് 12 is equal to root of 49 minus 48 is equal to root 1 is equal to 1. Let us see the same answer. And our formula is x is equal to minus b plus or minus root of b square minus 4ac all divided by a. Then what is minus b? B. What is the value of b? 7. Not minus. 7. 7. Plus or minus. What is the value of root of b square minus 4ac? Not 1 given. That's the same one. 1. Divided by 2 into a. What is a? A is equal to 1. നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം? രണ്ടായി സ്പ്ലിറ്റ് ചെയ്യണം. ഒന്ന് x is equal to minus 7 പ്ലസ് എന്ത് ചെയ്യണം? പ്ലസ് 1 divided by 2. x is equal to minus 7 minus എന്ത് ചെയ്യണം? minus 1 divided by 2. So this is equal to minus 6 by 2. വലുതിന് ചെറുത് വെച്ച് വലുതിന് ചെറുത് equal to minus. Similarly ഇവിടെ minus 8 divided by 2 is equal to minus 4. അപ്പോൾ x is equal to minus 4 കിട്ടി, x is equal to minus 3. എന്താണ് നമ്മുടെ ഉത്തരം? If x is equal to minus 3, that implies x plus 3. X is equal to minus 4. Minus 4 x plus 3. So these are the two factors. So we can x plus 3 into x plus 4. Okay. Then question number 3. Next we will do question number 3.